ഇപ്പൊ നാടിന് ആഫത്താന്ന് മുക്ക മൗലവി കണ്ടുപിടിച്ചു PM ശ്രീ. BJPന്റെ ഒളി അജണ്ടയാണ് ഓല ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പം ഇയാൾ കണ്ടുപിടിച്ചു. പിണറായി നാട് വാണിയിടും കാലം ഇയാൾക്ക് പണി കമ്മ്യൂണിസത്തിന്റെ പിണറായിന്റെ മൂട് താങ്കളുടെ പണിയനി. അന്ന് ഇയാൾ 2 ദിവസം മുമ്പ് ഒരു യൂത്ത് ലീഗുകാരൻ മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ പച്ചത്തെറിയും തോണിവാസവും പറയുന്നത് നമ്മൾ കേൾപ്പിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത്തരം യൂത്ത് ലീഗുകാർക്കെതിരെ പാണക്കാട് തങ്ങളുപ്പാപ്പ നടപടി എടുക്കണം, ഇവരെങ്ങനെ കയറൂരി വിടാൻ പാടില്ല, ഇവർ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയാണ് ഈ പച്ചത്തെറിയും തോണിവാസവും പറയുന്നത് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പതാ വേറൊരു യൂത്ത് ലീഗുകാരൻ, ഇവനെ പിന്നെ എല്ലാവർക്കും പരിചയമുണ്ട്, ഹമീദ് തനിയമ്പുറം. സ്ഥിരമായിട്ട് EK വിഭാഗം സമസ്തയിലെ ഷജറ വിഭാഗം എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരെ, അമ്പലക്കടവ് ഉസ്താദിനെ, മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ, സത്താർ ബന്തല്ലൂർ സാഹിബിനെ, ഇടയ്ക്ക് ജിഫ്രി തങ്ങളുപ്പാപ്പാനെയൊക്കെ പച്ചയായിട്ട് പരിഹസിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഈ ഹമീദ് തനിയമ്പുറം. ഇപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തില് മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്, എന്നിട്ട് വിമർശിക്കുകയാണ്. ഇതൊക്കെ എന്തിന്റെ പേരിലാ? ഇതിനൊക്കെ ഒരു തടയിടണം ലീഗിന്റെ നേതൃത്വം എന്ന് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് അതാണ്. ഇത്തരം കക്ഷികൾ ഇവിടെ വന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ തേജോവധം ചെയ്യുമ്പോൾ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അത് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഈ ഹമീദിന്റെ സ്ഥിരമായിട്ടുള്ള പണി EK വിഭാഗത്തിലെ ഷജറ വിഭാഗം എന്നറിയപ്പെടുന്ന നേതാക്കന്മാരെ, അമ്പലക്കടവ് ഉസ്താദ്, മുക്കം ഉമർ ഫൈസി ഉസ്താദ്, സത്താർ ബന്തല്ലൂർ സാഹിബ്, ഇടയ്ക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പാനെയൊക്കെ പരിഹസിക്കുന്ന പണിയാണ് ഈ ഹമീദ് തനിയമ്പുറം എന്ന് പറയുന്ന കക്ഷിക്കുള്ളത്. കക്ഷി വീഡിയോയിലൊന്നും വരൂല. കക്ഷി ഇതേമാർക്ക് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഓഡിയോ ക്ലിപ്പ് ഇട്ടുകാണ്ട് അത് വീഡിയോ ക്ലിപ്പ് ആക്കിയാണ്ട് പ്രചരിപ്പിക്കുന്ന ആളാണ്. ഞാൻ ഈ കക്ഷിനോട് ഒരിക്കൽ ചോദിച്ചിങ്ങനെ, എന്തുകൊണ്ടാണ് വീഡിയോയിൽ വന്നാണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാത്തതിനുള്ള ധൈര്യമല്ലേ ചോദിച്ചു. അപ്പോൾ കാരണം ധൈര്യമില്ലായ്മല്ല, ഈ ഓഡിയോ ക്ലിപ്പിൽ പറയാൻ മാത്രമേ ഉള്ളൂ ഷജറ പക്ഷത്തുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും വരാത്ത. ഓലപ്പോ മൂട്ടനെങ്ങനെ തിരുമ്പി കൊല്ലും പോലെ കൊല്ലാൻ തന്നെ ഉള്ളൂ. അതിന് ഓഡിയോ ക്ലിപ്പ് തന്നെ എമ്പാടുമാണ്. അതുകൊണ്ടാണ് വീഡിയോ ക്ലിപ്പിൽ വരാത്ത. ധൈര്യം ലൈറ്റൊന്നും അല്ല എന്നാണ് കച്ചിനോട് പറഞ്ഞ മറുപടി. അപ്പോ ഈ കച്ചിയൊക്കെ ഇവിടെ വന്നിട്ട് ഈ EK വിഭാഗം സമസ്തയിലുള്ള ആലിമീങ്ങളെ തെറി പറയാണ്, തോണിയാസം പറയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം കക്ഷികളൊക്കെ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം വന്നിട്ടില്ല എങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കക്ഷി പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞവരോട് ചോദിക്കണം, നിങ്ങൾ എന്താ വാക്ക് മാറാൻ കാരണം? PM ശ്രീ എന്ന് പറഞ്ഞാൽ BJPയുടെ ആദർശം വളർത്താൻ സ്കൂളുകളും വിദ്യാലയങ്ങളൊക്കെ വളർത്താനുള്ള ഒരു പരിപാടിയാണ്. പരിപാടി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ അടുത്ത സർക്കാർ ഒരു കാലത്ത് അതിൽ ഒപ്പുവെച്ചെങ്കിലും ഫണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്. പിന്നെ അവർക്ക് ബോധം വന്ന് എതിർപ്പൊക്കെ വന്നപ്പോൾ അവരതിൽ നിന്നുണ്ടാക്കി അത് മരവിപ്പിച്ചു. ഏതായാലും നമ്മുടെ നാട്ടിന് അത് ആപത്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഉറച്ചു നിൽക്കണം ഏത് സർക്കാരായാലും ശരി. UDF അധികാരത്തിൽ വന്നാൽ അത് അറബിക്കടലിൽ എറിയുമെന്ന് അവരോട് ചോദിക്കണം എന്തുകൊണ്ട് എറിഞ്ഞിലാണ്. UDF അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അങ്ങനെ അവരെ പറ്റിയ ഒരു പ്രതീക്ഷയില്ല, ആരെ പറ്റിയ ഒരു പ്രതീക്ഷയില്ല. നല്ല ചെയ്യുന്നുള്ള കാര്യം ആരെ പറ്റും പ്രതീക്ഷയില്ല. ഒക്കെ ഒരു ജാതിയാണ്. കേട്ടിരിക്കണ കൂട്ടരെ നിങ്ങൾ കേറ്റുപാടാൻ നൊക്കൂലേ പാടാനോ എന്തിനാ തോന്നുന്നത് നിങ്ങൾ തീരുമാനിച്ചോളി. അവസാനം പറയാനുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറയണം, ഒരു എക്സ്ക്യൂസും ഇല്ല, കാര്യകാരണങ്ങളൊക്കെ ഞാൻ പറയാം. പക്ഷെ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ഇയാളൊക്കെ എപ്പോഴും പേർന്നോലെ ഉളുപ്പും തൊലിക്കട്ടി വല്ലാത്ത അതി. ഇതേ മനുഷ്യനോട് പിണറായി PM ശ്രീയിൽ ഒപ്പിട്ടപ്പം ഈ കുന്തുമായിട്ട് ഗോലിയൊക്കെ എന്നാണ്ട് പത്രക്കാർ ചോദിച്ചു അതിനെ പറ്റി അഭിപ്രായം. ഇപ്പൊ നാടിന് ആഫത്താന്ന് മുക്ക മൗലവി കണ്ടുപിടിച്ചു PM ശ്രീ. BJPന്റെ ഒളി അജണ്ടയാണ് ഓല ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പം ഇയാൾ കണ്ടുപിടിച്ചു. പിണറായി നാട് വാണിയിടും കാലം ഇയാൾക്ക് പണി കമ്മ്യൂണിസത്തിന്റെ പിണറായിന്റെ മൂട് താങ്കളുടെ പണിയനി. അന്ന് ഇയാളോട് ചോദിച്ചു പത്രക്കാര്, അന്നെന്താ പറയണ്ടേ? RSSന്റെ നാഗ്പൂർ അജണ്ടയാണ്, അത് നടപ്പിലാക്കരുത്, പിണറായിനോട് ആവശ്യപ്പെടണം, നെറികേടാണ് ആ ചെയ്യണമെന്ന് പറയണം. അത് പറയാൻ ഇയാളെ നാവ് പൊന്തിയില്ല. അന്നയാൾക്ക് എന്തേലും പണി? അന്ന് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകൾ ഫാസിസ്റ്റുകളുമായി സന്ധിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇയാളെ തൊള്ളയെ കൂടെ പോന്നാണ്. അതേനി പണി. അന്ന് ഇപ്പൊ പറഞ്ഞെന്താ ഒക്കെ ഒരു ജാതിയാണ്, ആരും വിശ്വാസമല്ല. അന്ന് എന്തേലും പണി? അന്ന് പണി എന്തേലും അറിയോ? വികസന കാര്യങ്ങളിൽ പിണറായി വളരെ മുന്നോട്ട് പോയി ഈ സർക്കാർ എന്ന് LDFന്റെ കമ്മ്യൂണിസ്റ്റുകളെ പരസ്യത്തിൽ അഭിനയിക്കുന്ന പണിയാണ് ഇയാൾക്ക്. അന്ന് ഇയാളോട് പത്രക്കാർ ചോദിച്ചു PM ശ്രീയിൽ ഒപ്പിട്ടതിനെ പറ്റി. കേരളം മൊത്തം ചർച്ച ചെയ്തു, കേരളം മൊത്തം പഠിച്ച വിഷയനി. ഇയാൾ അന്ന് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, ഒഴിഞ്ഞു മാറി. അന്ന് തൊള്ളർന്ന് പറയേണ്ടിനി RSSന്റെ അജണ്ടയാണ് പിണറായി നടപ്പാക്കാൻ പാടില്ല എന്ന് പറയാൻ ഇയാൾക്ക് ഉളുപ്പുണ്ടായില്ല. ആ മനുഷ്യ ഇപ്പൊ വന്നിട്ടിതാ ഇപ്പൊ കണ്ടുപിടിച്ച നാടിന് ആഫത്താണ്, BJPന്റെ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണെന്നുണ്ട് UDFന് നിർദ്ദേശം കൊടുക്കുക, എല്ലാ സർക്കാരുകളും ഉൾക്കൊള്ളണം. ഒന്നാ പോച്ചങ്ങ എന്റെ ചിലക്കണ പണിയിലവിടെ പറഞ്ഞ കുറച്ച് കയറിപ്പോ അല്ലാന്ന് അതിൽ ചുരുങ്ങി അങ്ങനെ പറയാവുള്ളൂ. ഇയാളൊക്കെ പേരുണ്ടല്ലോ മനുഷ്യന്മാരഞ്ഞും. രാഷ്ട്രീയക്കാരിൽ പ്രതീക്ഷയില്ല അത്രേ. അത് LDFനും UDFനും കൂട്ടിയിട്ടാ പറഞ്ഞത്. കേൾക്കണങ്ങള് നമ്മളത് വക്രീകരിച്ചിട്ടല്ലേ ഷജറമാര് വക്രീകരിച്ചിട്ട് അത് പിന്നെ
UDF മാത്രമെന്ന് പറഞ്ഞില്ല. അന്നം നിന്നുകൾക്കൊക്കെ കേട്ടാൽ മനസ്സിലാവും. LDF UDF കൂടിയാ പറഞ്ഞത്. അതായത് ഇനി LDF ഇവിടെ ശവടങ്ങി പോകുന്ന ഇയാൾക്കറിയാം. അല്ലെങ്കിൽ ഇനി LDF വരാണെങ്കിൽ ഒരു സംഗതിക്ക് ചെല്ലാൻ ഇയാൾ ഉണ്ടാവില്ല എന്ന് ഊഹിച്ചിട്ടേക്കാരം. എന്തായാലും വേണ്ടില്ല, ഇയാളിപ്പം ആദർശ ധീരനാവാൻ വേണ്ടിയിട്ട് ഇയാൾ നാടകം കളിക്കുക, ഒന്ന് ഓലും പറഞ്ഞെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് ഒരാളെ വിശ്വാസമില്ലത്രേ. സ്കൂൾ സമയമാറ്റത്തിന്റെ വിഷയത്തിലൊക്കെ അടുത്ത കൊല്ലം ചെയ്യാന്ന് മന്ത്രി ഉറപ്പ് തന്നിരുന്ന് പത്രക്കാരോട് പറഞ്ഞ ആളയാള്. എന്നിട്ട് പുകഴ്ത്തി. ഒരു മന്ത്രി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ മന്ത്രി പറഞ്ഞു നോണേന്ന് പറയാനുള്ള ആണത്തും ആർജവും പോലും ഇയാൾ കാട്ടിയില്ല. അങ്ങനത്തെ സാധനം അത് മിണ്ടില്ല അയാള്. അന്ന് തേനി പണി LDF വോട്ട് വെക്കണ പരസ്യത്തിൽ അഭിനയിക്കുക. എന്നിട്ട് ഇയാളെ പേർമലൊക്കെ ഇങ്ങനെ കണ്ടിക്ക പറഞ്ഞാൽ കുറച്ച് കയറിപ്പോവും. ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞത് എന്താ, പറഞ്ഞാൽ കുറച്ച് ഏറിപ്പോകും. അപ്പൊ ഇതുവരെയൊക്കെ പറഞ്ഞത് മൂപ്പര കാഴ്ചപ്പാടിൽ ഒരു ഏറലും ഏറിയിട്ടില്ല. ഇങ്ങനെ ഏറിക്കൊണ്ട് തന്നെയാണ് ഈ പറയണതൊക്കെ. എന്നിട്ടും പറഞ്ഞാൽ കുറച്ച് ഏറിപ്പോകും. എങ്ങനെയുണ്ട്? ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകളും ഫാസിസ്റ്റുകളും സന്ധ്യാവില്ല. സന്ധ്യയായി സ്വന്തം നാവുകൊണ്ട് ഇങ്ങനെങ്കിലും സമ്മതിക്കേണ്ടി വന്നില്ലേ? BJPന്റെ അജണ്ട നടപ്പിലാക്കാൻ പിണറായി ഒപ്പിട്ടെന്ന് എന്നിട്ട് പറയാ പിന്നെ LDF മരവിപ്പിച്ചു. പൊന്നാര മനുഷ്യ മുക്കം മൗലവി, LDF അത് വൈകിപ്പിച്ചു നടപ്പിലാക്കാൻ മാത്രം വേണമെങ്കിൽ പറയാം. വരാൻ പോണ സർക്കാരിന്റെ പെരടി കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. മരവിപ്പിച്ചു എന്നുള്ള എന്ത് തെളിവാണുള്ളത്? വെറുതെ ഇയാള് കോലേറ്റ് ചെല്ലുമ്പോൾ അവര് നാടകം കളിച്ചതിന് മരവിപ്പിച്ചു എന്ന് പറഞ്ഞ കിടക്കല. അവരതിന് മരവിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാക്കിയാൽ പോലും അതിനൊപ്പം നിൽക്കല, അരു നിൽക്കല, താടി തലകെട്ട് വെച്ചാണ്ട് അവരെന്തേ റദ്ദാക്കാഞ്ഞാല് അവർക്കല്ല അതിൽ ബാധ്യത. അതിനൊക്കെയുള്ള സമയം ഇവിടെ കഴിഞ്ഞു പോയല്ലോ എമ്പാടും. എന്തേ അവരതിന് ആ ഊരാ കൊടുക്കുക കേരളത്തിന്റെ തലേന്ന്? അത് പിണറായി ഒപ്പിടുമ്പോ കേരളത്തിന്റെ ഒപ്പാണല്ലോ, സർക്കാരിന്റെ ഒപ്പാണല്ലോ. സതീശൻ പറഞ്ഞ പോലെ എന്താ കേരളത്തിന്റെ തലേന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പിണറായി ആ നടപടി എടുക്കാഞ്ഞി? ഇയാൾക്ക് ചോദിച്ചു, അതും ചോദിക്കാൻ ഇയാളെ നാവ് വന്നൂല. അപ്പോഴും മണി ഈ വോട്ടിന്റെ സമയത്ത് മണി എന്തേനി മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നം മുസ്ലിങ്ങൾക്ക് എന്തില്ല, യാതൊരു പ്രയാസം നേരിട്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും യാതൊരു എതിർപ്പും LDFനോടില്ല. എല്ലാ കാര്യത്തിലും LDF ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചെന്നും. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ 4 ദിവസം മുന്നേ ഇപ്പൊ ഈ സർക്കാർ വന്നപ്പം മുനമ്പം വഖഫിന്റെ വിഷയത്തിൽ ഇയാൾ പറയാ ആ സർക്കാരും ഒരു സഹായം ചെയ്തിട്ടില്ല, അള്ളാന്റെ സ്വത്തായ വഖഫിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അന്ന് പറയാൻ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല, വഖഫാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പിണറായി ഭരിക്കുമ്പം പറയാൻ ഇയാളെ തൊള്ളേന്നാവില്ല. ഇനി അല്ലാത്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ജിഫ്രി തങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് തള്ളണ പണിയാ ജിഫ്രി തങ്ങൾക്ക്. ജമാഅത്ത് ഇസ്ലാമിന്റെ ബാന്ധവം പറഞ്ഞപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞു ആരായിട്ട് മുന്നണികൾ ഉണ്ടാക്കണം, അന്ന് ഞങ്ങളെ ചർച്ചയല്ലായിരുന്നു, അങ്ങനെ തള്ളിയാളെ. പിന്നെ സ്ത്രീകള് ജനറൽ സീറ്റ് മത്സരിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴും തങ്ങള് അതിനെ പറ്റി പറഞ്ഞു. അത് ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്ന് മുസ്ലിം ലീഗിന് നേരിടേണ്ട സാഹചര്യമൊക്കെ തങ്ങള് മനോഹരമായിട്ട് പറഞ്ഞു. എന്നിട്ട് ഇയാളെ തള്ളി. എന്നാ ജിഫ്രി തങ്ങൾ എന്താ പത്രക്കാർ ചോദിക്കുമ്പോ പറയാ, അയാൾ പറഞ്ഞു എന്നോട് ചോദിക്കണ്ട ഒരു ഘട്ടത്തില് എനക്ക് വന്നിട്ട് എത്ര വട്ടം മേനകെട്ടതിനോട്, എന്നാലും വേറുക പിന്നെയും വേറുക. എന്താ ഈ ഷജറകളുണ്ടല്ലോ, ഷജറകൾ വിചാരിച്ചാൽ സംഘടനാ സെറ്റപ്പ് കോലെടുത്താ അതിന് കുറെ കാലമായിട്ട് അമ്പലക്കടവൊക്കെ പണി തുടങ്ങിയതാ. അതിന്റെ ഭാഗമായിട്ട് ജിഫ്രി തങ്ങളൊക്കെ എടുത്തു വലിച്ചറിയാൻ ഷജറയ്ക്ക് ഒരു പണി ഉണ്ടാവില്ല, ഇയാൾ ഉൾക്കൊള്ളുന്ന ഷജറയ്ക്ക് ഒരു പണി ഉണ്ടാവില്ല. അതുകൊണ്ട് ജിഫ്രി തങ്ങളൊന്നും പറയില്ലെന്ന് ഞാൻ വിചാരിക്കണുള്ളൂ, എടുത്തു വലിച്ചറിയില്ലെന്ന് ഞാൻ വിചാരിക്കണുള്ളൂ. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഒരു പണ്ഡിത വേഷധാരി നാണം കെട്ട് പറഞ്ഞിട്ടും, അതായത് LDFന്റെ കാലത്ത് പറയാതെ ഇപ്പൊ UDFന്റെ കാലത്ത് ഇതൊക്കെ കണ്ടുപിടിച്ച് വരുന്നത് ഈ മറിമായങ്ങളും ഈ ഇപ്പൊ ഇതാ നമുക്കൊക്കെ ബ്ലോക്ക് ഒക്കെ ഒരു ജാതിയാണ്. സമസ്ത സെക്രട്ടറി പറയാണ് LDFനും UDFനും പറ്റി രാഷ്ട്രീയക്കാർ. എന്നിട്ട് ഈ LDFനും UDFനും ഒരു പ്രതീക്ഷയില്ല. ഇനി നമുക്ക് പല ആവശ്യങ്ങളായിട്ട് പോകേണ്ടിയല്ലേ? സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഞങ്ങായി സെക്രട്ടറി സ്ഥാനത്ത് ഈ മുക്കള് ഒരു പ്രതീക്ഷയില്ല രാഷ്ട്രീയക്കാരെടുത്തെന്ന് പറയാം, ഒക്കെ ഒരു ജാതിയാന്ന് പറയാം. എന്നിട്ട് പിന്നെ ഇയാളെ പേർന്നൊക്കെ ഇനി UDFന്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞല്ലേ ഇത് ഉൾപ്പെടുന്നെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നത്. ഇതിലൊന്നും കുറച്ച് പറയാൻ കഴിയില്ല. വല്ലാത്തൊരു കഷ്ടം. LDF മരവിപ്പിച്ചെന്ന് പറഞ്ഞു വരാം.